കുടുംബത്തിൽ നല്ലൊരന്തരീക്ഷം കളിയാടണം. ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ മുടങ്ങാതെ നമ്മുടെ വീടുകളിൽ നടക്കണം. പക്ഷേ ഇല്ലാത്തത് പറയരുത് മുസ്ലിയാക്കളെ. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു മുസ്ലിയാർ, ഇതാ തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു മുസ്ലിയാർ പറയുന്നുണ്ട്, അതെൻ്റെ ഉമ്മമാര് കേട്ടാൽ ഞെട്ടിത്തെറിച്ചു പോകും. അതെന്താണെന്നറിയോ? ഭർത്താവിനോടുള്ള കടമ പറയുകയാണ് ആ മുസ്ലിയാർ. അതൊക്കെ നമ്മളും പറയുന്നുണ്ട്, പക്ഷേ ഇല്ലാത്തത് പറയല്ലേ. അദ്ദേഹം എന്താ പറയുന്നത്? ഒരു ഭാര്യയുടെ കടമ എന്താണത്രേ? നിസ്കാരം കഴിഞ്ഞാൽ ആ ഭാര്യ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് തൻ്റെ ഭർത്താവിന് വേണ്ടിയായിരിക്കണം. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ഒരു ഭാര്യ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൾ നിസ്കരിച്ച നിസ്കാരത്തെ അള്ളാഹു എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട പെണ്ണിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുമത്രേ. മഅദല്ലാ. ഇതൊക്കെ ആരുടെ പേരിലാണ് ഈ കെട്ടിവെക്കുന്നത്? അള്ളാഹിൻ്റെ റസൂല് മുസ്തഫായുടെ ഭാര്യയായ ആയിഷുമ്മ ബീവിയോട് പറഞ്ഞു എന്ന കളവ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ്, ആയിഷുമ്മ ബീവിയുടെ പേരിൽ കളവ്. ഇങ്ങനെ ഒരു നിയമം എവിടെയാ ഉള്ളത്? ഏത് ഹദീസിലാ ഉള്ളത്? അങ്ങനെ ഒരു നിയമം ഇല്ല. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ആ മുസ്ലിയാരുടെ സംസാരം നിങ്ങളോടൊന്ന് കേൾപ്പിക്കുന്നു. ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു പെണ്ണിനോട് നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ കടമ, കടപ്പാടി എന്ന് പറഞ്ഞാൽ അവള് സല്ലത്ത് റബ്ബഹ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിച്ചു. ഹുമ്മ തദ്ഉ ലിസൗജിഹാ ഹുമ്മ തദ്ഉ ലിനഫ്സിഹാ. അവൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. അവൾക്ക് വേണ്ടിയല്ല. ഹുമ്മ തദ്ഉ ലിനഫ്സിഹാ. ഭർത്താവിന് ദുആ ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്തു റബ്ബഹ, അവൾ നമസ്കരിച്ചു, ഹുമ്മ തദ്ഉ ലിനഫ്സിഹാ, തനിക്ക് വേണ്ടി ദുആ ചെയ്തു, ഹുമ്മ തദ്ഉ ലിസൗജിഹാ, പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്രേ. സുബ്ഹാനല്ലാഹ്. ഓക്കേ, ആലോചിച്ച് നോക്കി. ഞാൻ അടുത്ത അതിൻ്റെ ബാക്കിയും കൂടി കേൾക്കി. അതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശമാണിത്. ആയിഷ, ഒരു ഭാര്യയുടെ കടമയാണത്. അതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്വന്തം നഫ്സിന് വേണ്ടി നീ നിന്റെ ഭർത്താവിനോട് ദുആക്ക്, എന്നിട്ട് നിന്റെ നഫ്സിന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ. കണ്ടോ, മുസ്ലിയാരുടെ അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ പല വട്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങളെ ഈ കൂട്ടിക്കോളാം. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ റസൂല് ആയിഷുമ്മ ബീവിയോട് കൊടുത്ത ഉപദേശം എന്തല്ലേ പറയുന്നത്? ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഭർത്താവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയാൽ അവളെ നിസ്കാരം പടച്ചോൻ അവളുടെ മുഖത്തേക്കൊരേറാണ്. ഒന്നാലോചിച്ച് നോക്കി. തിരുത്തി മൂല്യരങ്ങൾ ഇതൊക്കെ വിശ്വസിച്ച് നടക്കണ ഒരുപാട് ഉമ്മാരുണ്ടാവും, ഒരുപാട് പെങ്ങന്മാരുണ്ടാവും. പേടിച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഞാൻ അഥവാ എനിക്കത്തെ പ്രാർത്ഥിച്ചു പോവൂ, ഈ ചങ്ങായിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരവും സ്വീകരിക്കൂല എന്നൊക്കെ ബേജാറായി നടക്കുന്ന പെങ്ങന്മാർക്കൊരു ആശ്വാസം നൽകൂ പ്രിയപ്പെട്ട മുസ്ലിയാരെ. എന്തിനാ നിങ്ങൾ ഈ ഇല്ലാത്തത് പറയുന്നത്? ഉള്ളത് പറയാൻ തന്നെ ദീനിൽ എത്രയാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരരുത്. സുന്നത്തുകൾ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിക്കണം.